നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ നാളെ. നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് നാളെ 1201 കർക്കിടക മാസം 29-ാം തീയതി, അതായത് 2026 ആഗസ്റ്റ് മാസം 17-ാം തീയതി വെള്ളിയാഴ്ച. നാളെ വെള്ളിയാഴ്ച, നക്ഷത്രം പൂരം നക്ഷത്രമാണ്. നാളെ വെള്ളിയാഴ്ചത്തെ സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് 6:18, അസ്തമയം വൈകിട്ട് 6:42. നാളെ വെള്ളിയാഴ്ചത്തെ രാഹുകാലം കാലത്ത് 10:30 മുതൽ 12 മണി വരെയുള്ള സമയം. ഒരു ശുഭകാര്യങ്ങളും രാഹുകാലത്ത് നാം അനുഷ്ഠിക്കാറില്ല. നാളത്തെ നക്ഷത്രമോ പൂരം നക്ഷത്രമാണ്. നാളത്തെ തിഥി വെളുത്ത പക്ഷത്തിലെ ദ്വിതീയ തിഥിയാണ്. കറുത്തപക്ഷം അമാവാസി കഴിഞ്ഞു, പ്രതിപദം കഴിഞ്ഞു, രണ്ടാമത്തെ തിഥി. ഇവിടെ ചന്ദ്രൻ ദുർബലമാണ്, എങ്കിലും ചന്ദ്രൻ ബലവാനായി വരും. ദ്വിതീയ വലിയ ബുദ്ധിമുട്ടുള്ളൊരു തിഥിയായി പറഞ്ഞിട്ടില്ല. പക്ഷേ വെള്ളിയാഴ്ചയും പൂരം നക്ഷത്രവും ദേവിയെ സംബന്ധിച്ചുള്ള പ്രാർത്ഥനകൾക്ക് ഏറ്റവും നല്ലതാണ്. ഏറ്റവും നല്ല ദേവീ സങ്കേതങ്ങളിൽ ദർശനം നടത്തി അവിടെ ദേവിക്ക് വിളക്കമാല പായസം വഴിപാട് ചെയ്യാം. അപ്രകാരം തന്നെ നാളെ വെള്ളിയാഴ്ച നല്ല ഭർത്താവിനെ ലഭിക്കാൻ, അല്ലെങ്കിൽ നല്ല ഭാര്യയെ ലഭിക്കാൻ, അല്ലെങ്കിൽ ദാമ്പത്യത്തിൽ ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ക്ലേശങ്ങൾ മാറാൻ ഐക്യമത്യ അർച്ചന ചെയ്യാം, സ്വയംവര പുഷ്പാഞ്ജലി ചെയ്യാം. ഇതൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. വെള്ളിയാഴ്ചയും പൂരം നക്ഷത്രവുമാണ്. പൂരം ഒരു ശുഭനക്ഷത്രമാണോ? അല്ല. പൂരം ആഭിചാര കർമ്മങ്ങളൊക്കെ ചെയ്യാൻ വളരെ നല്ലതാണ്. പക്ഷേ മറ്റൊരു വിഷയത്തിലേക്കും യാത്ര പോകാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പുതിയ സംരംഭത്തിനോ അനുകൂലമല്ല. വിത്തിട്ടാൽ പൊടിക്കാത്ത നക്ഷത്രമാണ്. മുപ്പൂരം എന്ന് പറയും. പൂരം, പൂരാടം, പുരൂരുട്ടാതി. അപ്രകാരമുള്ള 7 നക്ഷത്രങ്ങളുണ്ട്. യമരുദ്രാഹി മുപ്പൂരം. യമൻ എന്നാൽ ഭരണി, രുദ്രൻ തിരുവാതിര, അഹി ആയില്യം, പിന്നെ പൂരം, പൂരാടം, പുരൂരുട്ടാതി, പിന്നെ തൃക്കേട്ട. ഈ നക്ഷത്രങ്ങൾ വാങ്ങാനും കൊടുക്കാനും ശുഭമല്ലാത്ത നക്ഷത്രങ്ങളാണെന്ന് അറിയുക. അതിനാൽ നാളെ ഒരു ശുഭ മുഹൂർത്തവും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഞാൻ നൽകുന്നില്ല. നാളെ ദേവീക്ഷേത്ര ദർശനം, ലളിതാ സഹസ്രനാമം, അല്ലെങ്കിൽ ദേവീ കവചം, അല്ലെങ്കിൽ മഹാലക്ഷ്മി അഷ്ടകം, ഇതൊക്കെ ജപിക്കാൻ ഏറ്റവും അനുകൂലമായ ദിനമാണ് നാളെ എന്നറിയുക. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളത്തെ ദിനത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.